ഹായ്. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിമുട്ട ഫ്രൈ ആക്കാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ കമോൺ വരി. അപ്പോൾ നമ്മളെ കോഴിമുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. തിളച്ച് മറിഞ്ഞിട്ട് ഇങ്ങനെ അടിപൊളിയിൽ ഇങ്ങോട്ട് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് തോലൊക്കെ പൊളിച്ചിട്ട് ഇങ്ങനെ മുറിക്കണം. എന്നിട്ട് നമ്മൾ കടയിൽ ചുരത്തിലൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കൂലേ, അതേമാതിരി ഇങ്ങനെ ആക്കണം മക്കളെ. കാണാം എന്താണെന്നറിയാം അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മളെ കോഴിമുട്ട ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് തോല് പൊളിക്കണം. എല്ലാം തോല് പൊളിച്ചതിന് ശേഷമാണ് നമ്മളെ ബാക്കി പരിപാടി. അപ്പോൾ നമ്മളെ കോഴിമുട്ട തൊലിയൊക്കെ കളഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് വരയിടണം. വരയിട്ടതിന് ശേഷമാണ് ബാക്കി പരിപാടി. അപ്പോൾ നമ്മളെ കോഴിമുട്ടൻ്റെ മേൽ ഓരോ വരകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല അതിലേക്ക് ഇറങ്ങണം. അതിന് കണക്കാക്കിയുള്ള രീതിയിൽ ഇങ്ങനെ ഓരോ വര കത്തിയോണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസുമ്മൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ആണ് ഇതിൽ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. എന്തൊക്കെ ചേരുവകളാണ് വേണ്ടിയെന്ന് നോക്കുക, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കോളി. പിന്നെ ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ കോഴിമുട്ട നന്നായിട്ട് മറിഞ്ഞും തിരിച്ചും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് മുളകുപൊടി ഇടുകയാണ്, മുളക് പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളെ ചട്ടിയിലെ വെളിച്ചെണ്ണ നന്നായിട്ട് ഹീറ്റായിട്ട് വരുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ ചേരുവകൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് വെളിച്ചെണ്ണ ഹീറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ എന്തൊക്കെ ചേരുവകളാണ് ഇപ്പോൾ ഇട്ട ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോരോ കോഴിമുട്ടകൾ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. എന്താ കളറ്, അടിപൊളി. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കോഴിമുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്.